ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അല്ലാഹു തആല നമ്മുടെ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും ശിഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഉൽസത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണുന്ന ഒരു ഹദീസ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടുന്ന് ചില അമലുകൾ പറഞ്ഞു കൊടുത്തതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഹദീസിന്റെ തുടർച്ച. അമലുകൾ ചോദിച്ചു. സ്വർഗത്തിലേക്ക് വഴി എളുപ്പമാക്കുന്ന 3 അമലുകൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് കൂലി കിട്ടണമെന്ന ചിന്തയിൽ സദഖ എന്ന കാറ്റഗറിയിൽ പെടുത്താൻ, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് കൂലി കിട്ടണം എന്ന രീതിയിൽ അതേക്കുറിച്ചുള്ള നെയ്യത്തും കരുതലും നന്നാക്കിയാൽ സദഖ എന്ന കാറ്റഗറിയിലൂടെ അതിനെ നമുക്ക് വലിയ ഒരു അമലാക്കാൻ പറ്റുമെന്നതാണ് ഒന്നാമത് പഠിപ്പിച്ചു കൊടുത്തത്. രണ്ടാമത് പഠിപ്പിച്ചു കൊടുത്തു, നോമ്പ് കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ നോമ്പ് മുഖേന സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുആദ് ഇബ്നു ജബലിനോട് മൂന്നാമത് പറഞ്ഞു, തഹജ്ജുദ് നിസ്കാരമാണ് മൂന്നാമത്തെ അമൽ. ഇങ്ങനെ ഈ 3 അമൽ കൊണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കാമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മഹാനവറുകളോട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നന്മ എന്നതിൻ്റെ ഏറ്റവും മുഖ്യമായ ഭാഗം, അതിൻ്റെ ഹെഡ്, അതുപോലെ തന്നെ നന്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൂണ്, നന്മ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊടുമുടി, അതിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം, അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരട്ടെ. നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നന്മ എന്ന് പറഞ്ഞാൽ ഇസ്ലാം നിർബന്ധമാക്കിയ കാര്യങ്ങൾ മുഴുവനും ചെയ്യണം, എന്നാലും നന്മ എന്ന് പറയാൻ പറ്റും. ഇസ്ലാം നിർബന്ധമാക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വരും, അതാണ് നന്മ. പിന്നെ അതിൻ്റെ ഒരു തൂണ് എന്ന് പറയുന്നത് നിസ്കാരം നിർബന്ധമായും അതിലുണ്ടാകണം എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കൊടുമുടി, അതിൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ദീനിയായ കാര്യങ്ങളിൽ ആത്മാർത്ഥമായി ഇറങ്ങുക എന്നുള്ളതാണ്. ഇങ്ങനെ ധാരാളം ഉപദേശങ്ങൾ കൊടുത്തിട്ട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവറുകളോട് പറഞ്ഞു, മോനെ, ഈ പറയപ്പെട്ട ആത്മീയമായ ഈ ഉപദേശത്തിന്റെ സർവ്വതും ഒരു മനുഷ്യന് ഒറ്റയടിക്ക് കിട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിന് നാവിനെ സൂക്ഷിച്ചാൽ മതി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാവിൽ റസൂൽ അങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ദീനിയായ സർവ്വ ചിന്തകളും പ്രവർത്തനങ്ങളും വാക്കുകളും ദീനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഒരു മനുഷ്യനിൽ ഉണ്ടാകണോ അത് മുഴുവനും കിട്ടാൻ നാവ് പിടിച്ചിട്ട് നീട്ടി പിടിച്ചിട്ട് പറഞ്ഞു, ഇതൊന്ന് ശ്രദ്ധിച്ചാൽ എല്ലാം തനിയെ പിറകെ വരും. അങ്ങനത്തെ ഒരു പ്രത്യേകത ഈ അവയവത്തിനുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനിൽ എത്ര ദീനിയായ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഒരു അവയവം വിടക്കായി കഴിഞ്ഞാൽ അവന്റെ എല്ലാം നശിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കുഫ അലൈക ഹാദ, നാവ് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട നീണ്ട പ്രഭാഷണം മുഴുവൻ നിനക്ക് ഒറ്റയടിക്ക് തന്നെ എല്ലാം കിട്ടും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞങ്ങൾ ഇന്നാ ലമുആഖിദൂൻ ബിമാ നതകല്ലമു ബിഹി, ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പരമാവധി നാവ് കൊണ്ട് അബദ്ധം പറയാതെ സൂക്ഷിക്കുന്നവർ. അപ്പോൾ നബി തങ്ങൾ പറയുന്നുണ്ട്, മുആദേ, നരകത്തിലേക്ക് കുറെ ആളുകൾ മുഖം കുത്തി വീഴുന്നത് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ആ സമയം എങ്ങനെയാണ് ഇത്രയും ആളുകൾ നരകത്തിലേക്ക് എത്തുന്നത്? നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ചൊരിഞ്ഞ് ഇടുന്നത് കാണുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോകും. ആ സമയത്ത് യാ മുആദ് വഹൽ യകുബ്ബുൻ നാസ ഫിന്നാർ അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം, ആ സമയം അവർ ചെയ്ത തെറ്റ് ഏത് എന്നുള്ളതിന് ഒറ്റ വാക്കിൽ മനസ്സിലാക്കാനുള്ളത് ഇലാ ഹസായിദു അൽസിനത്തിഹിം, നാവ് ചെയ്ത തെറ്റുകൾ കൊണ്ടാണ് ഇത്രയും ആളുകൾ നരകത്തിൽ വരുന്നതെന്ന് അന്നേരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ഈ പറയപ്പെട്ട നന്മകൾ ഒരാളുടെ ഇബാദത്തിന്റെ സർവ്വ നേട്ടങ്ങളും കൈവരിക്കാൻ, ദീനിയായ ചിന്തകൾ പരിപൂർണമായി നിലനിർത്താൻ
അവൻ നാവ് സൂക്ഷിച്ചാൽ സാധ്യമാകുമെന്ന് മഹാനായ സ്വഹാബിയോട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിലേക്ക് കൂടുതൽ ആളുകൾ ഇങ്ങനെ കൊട്ടി കൊണ്ടുവന്നിടുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഈ ആളുകൾ മുഴുവൻ നാവ് കൊണ്ട് അബദ്ധം പറ്റിയവരാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. ഒരല്പം അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു നോമ്പുകാരനെ ഏറ്റവും കൂടുതൽ സംസ്കരിക്കാൻ അവിടുന്ന് ഉപദേശിച്ചിട്ടുള്ളത് നാവിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. നമ്മൾ മുമ്പ് അത് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ഒന്നുകൂടി മനുഷ്യർ വളരെ നിസ്സാരമായി കാണുന്ന ചില ഘട്ടങ്ങളുണ്ട്. കളവ് പറയുന്നത് കളവാണെന്ന് ബോധ്യപ്പെട്ടാലും ചില ആളുകൾ പറയാറുണ്ട്, ഉള്ളത് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ഉള്ളത് ഒരു പക്ഷേ ഉള്ളതാണെങ്കിൽ പോലും, കളവല്ല ഉള്ളതാണെങ്കിൽ പോലും ഉള്ളത് പോലും പറയാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിലെ കാര്യമാകുമ്പോൾ ഉള്ളത് പോലും പറയാൻ പാടില്ല എന്നാണ്. പൊതുവെ ഉള്ളതേ പറയാവൂ, ഇല്ലാത്തത് പറയാൻ പാടില്ല, സത്യമേ പറയാവൂ. പക്ഷെ ആ സത്യം പറയുന്നത് പോലും മറ്റൊരാളുടെ വ്യക്തി ജീവിതത്തിലെ കാര്യമാണ് എങ്കിൽ അത് പാടില്ല എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാള് മുനാഫിഖാണെങ്കിൽ ആ മുനാഫിഖിൽ അള്ളാഹു കൊടുക്കാത്ത 5 കാര്യങ്ങളുണ്ട്. മുനാഫിഖാണെങ്കിൽ ഈ 5 കാര്യം കിട്ടൂല. മുനാഫിഖിന് അള്ളാഹു കൊടുക്കാത്ത 5 കാര്യം: അൽ ഫിഖ്ഹു ഫിദ്ദീൻ, ദീനിലെ കർമ്മശാസ്ത്ര നിയമങ്ങളെ അതിന്റെ കറകളഞ്ഞ രീതിയിൽ പഠിക്കാൻ ഒരു മുനാഫിക്കിന് അള്ളാഹു കഴിവ് കൊടുക്കൂല. ദീനിലുള്ള കർമ്മശാസ്ത്ര ഫിഖ്ഹിന്റെ മസ്അലകൾ കറകളഞ്ഞ രീതിയിൽ പഠിക്കാൻ ഒരിക്കലും ഒരു മുനാഫിക്കിന് കഴിയില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുനാഫിക്കിന് അള്ളാഹു കൊടുക്കാത്ത രണ്ടാമത്തെ കാര്യം വൽ വറഉ ഫിൽ ലിസാൻ, നാവ് കൊണ്ട് വർത്താനം പറയുന്നിടത്ത് സൂക്ഷ്മത പുലർത്താൻ ഒരിക്കലും മുനാഫിക്കിന് കഴിയൂല എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് മുനാഫിക്കിന് കഴിയാത്ത മൂന്നാമത്തെ കാര്യം വത്തബസ്സുമു ഫിൽ വജ്ഹ്, ഒരു നിറഞ്ഞ പുഞ്ചിരി, ഒരു ആത്മാർത്ഥമായ പുഞ്ചിരി ഒരിക്കലും ഒരു മുനാഫിക്കിന്റെ മുഖത്ത് ഉണ്ടാവില്ലെന്ന് നമ്മൾ പറയാറുണ്ട്. അവന്റെ മോന്തോ നോക്കി അറിയില്ലേ, അവനൊന്ന് ചിരിക്കണമില്ല, മുനാഫിക്കിന്റെ അടയാളമായിട്ട് നമ്മൾ തന്നെ പറയാറുണ്ട്. ഒരു നിറഞ്ഞ പുഞ്ചിരി, ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ പുഞ്ചിരി ഒരിക്കലും ഒരു മുനാഫിക്കിന്റെ മുഖത്ത് വിടരില്ലെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത് പറഞ്ഞു വന്നൂർ ഫിൽ ഖൽബ്, മുനാഫിക്കിന്റെ ഹൃദയത്തിൽ അള്ളാഹു വെളിച്ചം കൊടുക്കൂല. എന്ത് നന്മ ചെയ്താലും ആ നന്മ കൊണ്ട് അവന്റെ ഹൃദയത്തിൽ അള്ളാഹു വെളിച്ചം കൊടുക്കൂല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തേത് വൽ മവദ്ദത്തു ഫിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളോട് സ്നേഹം ഉണ്ടാവില്ല മുനാഫിക്കിന്. അവനിപ്പോ എല്ലാവരും ഒരുപോലെയാണ്. മുസ്ലിമീങ്ങളോടൊരു പ്രത്യേക സ്നേഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ആ ഒരു സ്നേഹം എന്തായാലും മുനാഫിക്കിന്റെ ഹൃദയത്തിൽ അള്ളാഹു കൊടുക്കില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ രീതിയിലാണ് നാവിന്റെ കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞു. നാവിന് സൂക്ഷ്മത കിട്ടാത്തത് മുനാഫിക്കിനാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളിൽ പ്രമുഖനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തു മകൻ എന്ന് പറയാൻ പറ്റുന്ന മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു, സയ്യിദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെ സ്വഹാബികൾ പലപ്പോഴും പലതും പറഞ്ഞത് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ട് ആ വിഷയത്തിൽ സ്വഹാബികളെ തിരുത്തിയിട്ടുണ്ട്. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തു മകൻ എന്ന രീതിയിൽ ജീവിച്ചു പോരുമ്പോൾ വളർത്തു മകൻ എന്ന് പറയുന്ന സിസ്റ്റം ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞ് വഹി വരികയാണ്. അതുവഴി ആ മഹാനെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടെ ഒരുപാട് ചേർത്ത് പിടിച്ചു. മറ്റു പല അംഗീകാരങ്ങളും കൊടുത്തു സെയ്ദിന്. സെയ്ദിന്റെ മകൻ സാബിത്തിന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പേരക്കുട്ടികൾക്ക് കൊടുത്ത സ്ഥാനം തന്നെയാണ് കൊടുത്തത്. വളർത്തു മകൻ എന്ന് പറയുന്ന സിസ്റ്റം ഇസ്ലാമിൽ ഇല്ല എന്നതിന്റെ പേരിൽ സെയ്ദിനെ പലപ്പോഴും മാറ്റി നിർത്തേണ്ടി വന്നപ്പോഴും മറ്റു പല കാര്യങ്ങളിലും സ്വഹാബികൾ അദ്ദേഹത്തെ വിമർശിക്കാതെയും കുറ്റപ്പെടുത്താതിരിക്കാനും വേണ്ടി നബി തങ്ങൾ പ്രത്യേക സ്നേഹം കൊണ്ടും പരിഗണന കൊണ്ടും ചേർത്ത് പിടിച്ചു. ഈ രീതിയിൽ സ്വഹാബികളുടെ ഇടയിൽ പോലും ഒരു തെറ്റായ സംഭാഷണങ്ങൾ വരാതെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. ഞാനൊരു ഹദീസ് പറയാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ ചോദിക്കുന്നത് ഗീബത്തിനെ പറ്റി. ഗീബത്ത് പറയുന്നതുമായി ബന്ധപ്പെട്ട് നബി തങ്ങൾ ചോദിക്കുന്നുണ്ട് സ്വഹാബികളോട്, ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇല്ല നബിയെ, അങ്ങ് പറഞ്ഞു തന്നാലും. ഗീബത്ത് എന്ന് പറഞ്ഞാൽ അങ്ങ് പറഞ്ഞാലും ഞങ്ങൾക്കറിയില്ല. അതായത് നമ്മൾ മനസ്സിലാക്കിയ പോലെയാണോ ഗീബത്ത് എന്നത് അറിയില്ല. റസൂലുള്ളാഹി തന്നെ പറയാൻ സ്വഹാബികൾ പറഞ്ഞു. അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഇദാ ദക്കർത അഖാക ബിമാ യക്റഹു ഫഖദ് ഗത്തബതഹു. അവൻ കേൾക്കാതെ പറഞ്ഞാൽ ഗീബത്ത് തന്നെയാണ്.
നിന്റെ സഹോദരന് നീ ആ പറയുന്ന കാര്യം ഇഷ്ടമല്ലെങ്കിൽ അത് ഗീബത്താണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടിട്ട് പറഞ്ഞാലും കേൾക്കാതെ പറഞ്ഞാലും. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, ഉള്ളതല്ലേ നബിയെ ഞങ്ങൾ പറയുന്നത് എങ്കിൽ അത് ഗീബത്താവോ? ഉള്ള കാര്യമല്ലേ പറഞ്ഞത്, അത് ഗീബത്താവോ? അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഉള്ളതാണെങ്കിലും ഗീബത്ത് തന്നെയാണ്. ഉള്ളതാണെങ്കിലും ഗീബത്താണ്. പക്ഷേ ഉള്ളത് പറയുമ്പോ അവൻ കേട്ടാലും കേട്ടില്ലെങ്കിലും ഗീബത്താണ്. അവന് ഇഷ്ടമല്ല എന്നത് മാത്രമാണ് അവിടെ മാനദണ്ഡമുള്ളൂ. ആ പറയുന്നത് അവന് ഇഷ്ടമല്ല എങ്കിൽ അത് പറയാനേ പാടില്ല. ഇനി പറഞ്ഞത് അവനിലെ ഇല്ലാത്ത കാര്യമാണെങ്കിൽ അവന് ഗീബത്ത് പറയലും അവനിൽ ആരോപണം പറയലും, അങ്ങനെ രണ്ട് തെറ്റുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം ഈ വിഷയത്തിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. റമളാൻ ഒരു മനുഷ്യനെ സംസ്കരിക്കുന്ന ഇടങ്ങൾ എന്ന് പറയുന്നത് ഈ പരദൂഷണ സംസാരങ്ങളിൽ നിന്നും കൂടി ആവണം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരിക്കൽ ഒരു സ്ത്രീ വന്നപ്പോ അവരെ കുറിച്ച് സയ്യിദത്തുനാ ഉമ്മുന ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബിയെ, ആ പെണ്ണ് വന്നു പോയല്ലോ, അവളാകട്ടെ എന്തൊരു പൊക്കം കുറവാണ്, ഉയരം കുറഞ്ഞൊരു പെണ്ണാണല്ലോ, എന്തൊരു ഉയരം കുറഞ്ഞ പെണ്ണാവുന്നു, ഇത്രയും പൊക്കം കുറഞ്ഞ ആളുകളുണ്ടോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പുണ്യ നബിയോട് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, പെണ്ണെ, നീ ഇപ്പൊ പറഞ്ഞത് ഗീബത്താണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പെണ്ണെന്ത് പൊക്കം കുറവാ നബിയെ? അങ്ങനെ പറഞ്ഞു. ആ വന്ന ആള്, ഞാൻ ആദ്യമായിട്ട് ഇത്രയും പൊക്കം കുറഞ്ഞ ഒരാളെ കാണുന്നത്. അപ്പൊ ഐഷബിയോട് റസൂൽ പറഞ്ഞു, അതുപോലും ഗീബത്താണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഐഷബി പറഞ്ഞു, മാ ഖുൽതു ഇല്ലാ മാ ഫിഹാ, നബിയെ, ഞാൻ ആ പറഞ്ഞത് അവളിൽ ഉള്ള കാര്യമാണല്ലോ, ഞാൻ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ. ദക്കർതി അഖ്ബഹ മാ ഫിഹാ, ഉള്ളതാണ് പറഞ്ഞതിൽ പോലും അത് അവൾക്ക് വിഷമം ഉണ്ടാവണ വർത്താന പൊക്കം കുറവാണെന്ന് ആര് പറഞ്ഞാലും. അതുകൊണ്ട് അത് വേണ്ട മോളെ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഗീബത്തിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യ സന്ദർഭത്തിലാണ് ഇത്തരം സംഭാഷണങ്ങൾ സ്വഹാബികളുടെ ഇടയിൽ, ഐഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ളവരുടെ ഇടയിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇനി കേട്ടോളൂ, മഹാന്മാരായ പൂർവികരായ സലഫുസ് സാലിഹീങ്ങൾ, മുത്തഖദ്ദിമീങ്ങളായ മഹത്തുക്കൾ അവർ പറയാറുണ്ടല്ലോ, കുൽത്ത ഇന്ന ഫുലാനൻ സൗബുഹു ഖസീർ ഔ സൗബുഹു തവീൽ യകൂനു ഗീബത്താ. നമ്മൾ ഒരാളെ പറ്റി പറയാണ്, ആളെയല്ല പറഞ്ഞത്, ആളിട്ട ഡ്രസ്സ് ഇത്തിരി ഇറക്കം കൂടുതലായിരുന്നു, ആള് ഇട്ട ഡ്രസ്സ് ഇത്തിരി നിറം കൂടുതലായിരുന്നു, മൂപ്പരിട്ട ഡ്രസ്സ് അത്ര പോരായിരുന്നു. ആരെ ഇപ്പൊ പറഞ്ഞത്? യഥാർത്ഥത്തിൽ വ്യക്തിയെ അല്ല പറഞ്ഞത്, അയാളുടെ ശരീരത്തിലിട്ടിരിക്കുന്ന ആ ഡ്രസ്സിനെ പറഞ്ഞത്. അത് പറഞ്ഞാൽ പോലും ആ വ്യക്തിയെ പറഞ്ഞ പോലെ എന്ന് മഹാന്മാരായ പൂർവികരായ മഹത്തുക്കൾ ഗീബത്തിനെ വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പൊ നോമ്പുകാരനെ സംരക്ഷിക്കേണ്ട ഒരു പ്രധാന ഇടം ഗീബത്തിന്റെ പരിസരമാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? സ്വഹാബിയായ മഹാനായ മുആദ് ഇബ്നു ജബലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശങ്ങളിൽ നാവിനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല എന്നത് മുനാഫിഖാണെന്നതിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജീവിതത്തിൽ അതൊരു മാറ്റം വരുത്താനുള്ള ഒരു സന്ദർഭമാണ് പരിശുദ്ധ റമളാൻ. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലൈലത്തു ഉസ്രിയ ബി ഇല സമാഇ മറർതു ബിഖൗമിൻ യഖ്തഉൽ ലഹമ മിൻ ജുനൂബിഹിം. ഞാൻ മിഅ്റാജിന്റെ യാത്രയിൽ ഒരു ഭീകരമായ അനുഭവം ഞാൻ ഒരു അവസ്ഥ കണ്ടു. ചില ആളുകൾ അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ മൂർച്ചയുള്ള പിച്ചാത്തി കൊണ്ട് മുറിച്ചെടുത്തിട്ട് അവർ തന്നെ അത് സ്വന്തം തിന്നാണ്. അങ്ങനത്തെ ഒരു കാഴ്ച. സ്വന്തം ശരീരത്തിന്റെ മാംസഭാഗം കത്തികൊണ്ട്, മൂർച്ചയുള്ള ആയുധം കൊണ്ട് മുറിച്ചെടുത്തിട്ട് അവർ തിന്നുന്നു. അവർ തിന്നുന്ന നേരത്ത് അവരെ ശകാരിക്കുന്നുണ്ട്, ആരോ അവരെ ശകാരിക്കുന്നുണ്ട്. കുലൂ മാ കുന്തും തഅകുലൂന മിൻ ലഹ്മി അഖീകും, ഭൂമിയിലെ നിങ്ങളുടെ സഹോദരന്മാരുടെ മാംസം തിന്ന പോലെ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാംസങ്ങൾ അതിന് പകരം തിന്ന് വിശപ്പ് തീർക്കണേ എന്ന മനുഷ്യരോട് അവിടെ വെച്ച് വിളിച്ചു പറയുകയും ചെയ്യും. അപ്പൊ വീണ്ടും അവർ ശരീരം മുറിക്കും. എന്നിട്ടോ ആർത്തിയോടുകൂടെ സ്വന്തം മാംസം തിന്നും. ഞാൻ ഒരൽപ്പം നേരം അവിടെ നിന്നുപോയി. എന്നിട്ട് ചോദിച്ചു, യാ ജിബ്രീൽ മൻ ഹൗലാ,
ആരാണ് ജിബ്രീലെ ഈ വിഭാഗം? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹഉലാഇ മിൻ ഉമ്മത്തിക്കൽ ഹമ്മാസൂനൽ ലമ്മാസൂൻ യഅനിൽ മുത്തഗാബീൻ മുഗ്തബീൻ. നബിയെ, ഇവരാരാണെന്നറിയോ? അങ്ങയുടെ സമൂഹത്തിൽപ്പെട്ടവരാണ്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവര് ആളുകളെ കുത്തുവാക്ക് പറയും, താങ്ങിപ്പറയും, ചേർത്ത് പറയും, കൊള്ളിച്ചു പറയും. അത് ഗീബത്തിന്റെ പരിഗണനയിൽ അല്ലാഹു വെച്ചത് കൊണ്ടാണ്. കുത്തുവാക്ക് പറഞ്ഞത് പോലും ഗീബത്തിന്റെ പരിഗണനയിലേക്കാം. ചില സന്ദർഭങ്ങളിലെ കളവ് പറയൽ പോലും ഗീബത്തിന്റെ പരിഗണനയിലാണ്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടൊരു മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വൃത്തികെട്ട തെറ്റാണ്. ഇനി കേട്ടോളൂ, ഗീബത്തിന് നമീമത്തിനേക്കാളും ഗൗരവം കൂടി ഒരു കാര്യമായിട്ട് വരാറുണ്ട്. എപ്പോഴാ? ഇൽമിന്റെ അഹലുകാരെ ഗീബത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൻപാപമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഇൽമിന്റെ അഹലുകാര്, നല്ല സാലിഹീങ്ങളായ മനുഷ്യന്മാര്, അവരുടെ ഗീബത്ത് പറഞ്ഞാൽ അത് സാധാരണ ഗീബത്തല്ല, അത് അള്ളാഹ് പൊറുക്കാത്ത പാപമാണ്, വൻപാപമാണ്. ഒരു വലിയ കടാണ് ഗീബത്ത്. എല്ലാം പൊരുത്തപ്പെടിയിക്കണം. ആ കൂട്ടത്തില് നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഇവരെ കൊണ്ടും പൊരുത്തപ്പെടിയിക്കേണ്ടി വരും. എവിടെ നിന്നൊക്കെ ആരുടെയൊക്കെ ഗീബത്ത് പറഞ്ഞു എന്ന് ഒരു കയ്യും കണക്കൂല. എന്നാൽ അറ്റ്ലീസ്റ്റ് ദുആ ഇറക്കുമ്പോ, പടച്ചവനെ, ഞാൻ ആരുടെയൊക്കെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ അവർക്ക് നീ പൊറുക്കണേ എന്ന് ആത്മാർത്ഥമായി പറയണം. അപ്പൊ അള്ളാഹു അവർക്ക് പൊറുക്കും. അവർക്ക് പൊറുക്കുമ്പോ അവർക്ക് ഈ പൊറുക്കൽ എങ്ങനെ സംഭവിച്ചു എന്നത് മഹ്ശറയിൽ ബോധ്യപ്പെടുമ്പോൾ നമ്മൾ ദ്വാരുന്നത് കൊണ്ട് അവരുടെ തെറ്റുകൾ അള്ളാഹു പുറത്തുനിന്ന് ബോധ്യപ്പെടും. ആ സമയം അവര് നമ്മളോട് പൊരുത്തപ്പെടും. ആ ഒരു സിസ്റ്റമാണ് ഈ വിഷയത്തിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു പ്രധാന സിസ്റ്റം. പരമാവധി പൊരുത്തപ്പെടണം എന്ന് പറയാൻ പറ്റുന്നവരോടൊക്കെ അങ്ങനെ പറയാം. എന്നിട്ട് അത് ആവർത്തിക്കാതിരിക്കുക. ഏതൊക്കെ ലോകത്തെ ആരുടെയൊക്കെ ഗീബത്ത് ഏത് കാലത്ത് പറഞ്ഞു എന്നുള്ള ഓർമ്മയും കണക്കൊന്നുമില്ലെങ്കിൽ നമ്മൾ മനസ്സിലിങ്ങനെ കരുതാം, പടച്ചോനെ, ഞാൻ ഒരുപാട് പേരുടെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കല്ല, അത് കാരണം നീ എനിക്ക് പുറത്തു തരണേ. അവർക്ക് പുറത്തു കൊടുക്കണമെന്ന് അവരില്ലാത്തപ്പോൾ ആത്മാർത്ഥമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അല്ലാഹു അത് പുറത്തു കൊടുക്കും. ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ ഇജാബത്തുള്ളതാണ്. അവരാരൊക്കെയെന്ന് നമുക്കറിയില്ല. നമ്മൾ അവർക്ക് വേണ്ടി പൊറുക്കാൻ ചോദിക്കുന്ന അവർ കേട്ടിട്ടില്ല. അത് ഉറപ്പായിട്ട് ഇജാബത്തുള്ള ഒരു ദുആയാണ്. ആ സമയത്ത് അവർക്ക് അവരുടെ പാപങ്ങളൊക്കെ പുറത്തു എന്നൊരു പദവി എക്സ്ട്രാ കിട്ടാണ്. ഇത് മഹ്ശറയിൽ വരുമ്പോൾ അവർക്ക് ബോധ്യവും ഇത് നമ്മൾ ദ്വാരന്നിട്ട് കിട്ടിയതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ദ്വാരുന്നത് എന്നത് അവർക്ക് അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കും. നിങ്ങളുടെ ഗീബത്ത് അവർ പറഞ്ഞു, പരിഹാരമായിട്ട് അവര് നിങ്ങൾക്ക് വേണ്ടി പൊറുക്കാൻ തേടി. അതിന്റെ പേരിലാണ് നിങ്ങളുടെ ഈ പാപം പൊറുക്കൽ അവിടെ ഉണ്ടായത്. എന്താ, സന്തോഷമായി? അവരോട് വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല. അള്ളാഹു വിധിച്ച് വിധി നടപ്പാക്കി വിടണമല്ലോ. അള്ളാഹുവിന്റെ ന്യായവും നീതിയും അവിടെ കാണണമല്ലോ. ഞങ്ങളുടെ ഗീബത്ത് അവർ പറഞ്ഞ് ഞങ്ങൾ പുറത്തു കൊടുത്തു, അല്ലാഹ് പൊരുത്തപ്പെട്ടു. അപ്പോഴാണ് നമുക്കത് പൊരുത്തപ്പെട്ട് കിട്ടാ. മരിച്ചുപോയ കുറെ ആളുകളുടെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ? അവർക്കൊക്കെ വേണ്ടി ദുആ മതി, അപ്പൊ നമ്മുടെ അല്ലാഹു പുറത്തു തരും. ഈ രീതിയിലാണ് മഹാന്മാരായ സ്വഹാബികൾ നമുക്ക് പഠിപ്പിച്ചത്. ഒരു സംഭവം കേട്ടോളൂ. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ വീട്ടിലിരിക്കുന്നു. ആ സമയത്ത് മദീനത്തെ പള്ളിയിലെ സുഫത്തിന്റെ അഹലുകാരായ സ്വഹാബികള് മദീനത്തെ പള്ളിയിലിരിക്കുന്നു. മദീനത്തെ പള്ളി സുഫത്തിന്റെ അഹലുകാരിരിക്കുന്ന തറയും റസൂലുള്ളാഹിയുടെ വീട് തമ്മിൽ നോക്കിയാൽ കാണുന്നത് ഇത്ര അകലുള്ളൂ. അതായത് ഒരു സുഗന്ധം നബിതങ്ങളുടെ വീട്ടിൽ പുരട്ടിയാൽ അത് ഇവിടെ കിട്ടും. അതിന്റെ മണം, ഒരു ഭക്ഷണം അവിടെ പാചകം ചെയ്താൽ അതിന്റെ മണം ഇവിടെ കിട്ടും. അത്ര അടുത്താണ് നബിതങ്ങളുടെ വീടും സുഫത്തിന്റെ അഹലുകാരും മദീനത്തെ പള്ളിയിലിരിക്കുന്ന ഈ ഗ്യാപ്പ് അത്ര അടുത്താണ് അവരിയ്ക്കുന്നത്. നമുക്ക് ചെന്ന് കണ്ടാൽ അറിയാം, റൗള ഷരീഫും സുഫത്തിന്റെ അഹലുകാര് ഇരുന്ന സ്ഥലവും തമ്മിൽ വളരെ അടുപ്പമാണ്. അപ്പോ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളുടെ സദസ്സില് മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു സ്വഹാബികൾക്ക് ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സെയ്ദ് ബിൻ സാബിത്ത് പറഞ്ഞു, ബിമാ സമിഅ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനൽ ഹദീസ്. സ്വഹാബി സുഹൃത്തുക്കളെ, സഹോദരങ്ങളൊന്ന് ഇരിക്കണേ, ഞാൻ നബിയിൽ നിന്നും കുറെ ഹദീസ് കേട്ടിട്ടുണ്ട്, അതൊക്കെ പറഞ്ഞു തരാം. എല്ലാവരും അവിടെ ഇരിക്കണേ. സുഫത്തിന്റെ അഹലുകാരായ സ്വഹാബികൾക്ക് പട്ടിണിയാണ്, വിശപ്പാണ്. എല്ലാവരും അവിടെ അച്ചടക്കത്തോടുകൂടെ ഇരുന്നു. ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സെയ്ദ് ബിൻ സാബിത്ത് ഹദീസ് പറയുന്ന സമയത്തുണ്ടല്ലോ, അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് ആരോ ഇറച്ചിക്കറി വെച്ചത് കൊണ്ടുവരികയാണ്. ഇറച്ചിക്കറി വെച്ചത് കൊണ്ടുവരുന്നു. സുഫത്തിന്റെ അഹലുകാരായ സ്വഹാബികൾ മനസ്സിലാക്കി അത് കൂടുതലുണ്ട്, കുറച്ചൊന്നുമല്ല.
കൂടുതലുണ്ട്. എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന സെയ്ദ് ബിൻ സാബിത്തിനോട് പറഞ്ഞു, ഓ സെയ്ദ് എന്നവരെ, അങ്ങ് എഴുന്നേറ്റ് നിൽക്കുകയല്ലേ? റസൂലുള്ളാഹിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ? ഒന്നവിടെ ചെന്നുകൊണ്ട് അവിടത്തോട് കുറച്ച് ഇറച്ചി ഭക്ഷണം ചോദിച്ചാൽ, മാംസഭക്ഷണം ചോദിച്ചാൽ അവിടെ കൊണ്ടുവന്നത് കുറച്ച് ഇങ്ങോട്ട് കൊടുത്തുവിടാൻ പറഞ്ഞാൽ, കുറെ നാളായി ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട്, ആ ഭക്ഷണത്തിൽ ഇറച്ചി ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് നാളായ രുചി തന്നെ വായിലില്ല. അതുകൊണ്ട് അവിടെ ചെന്ന് നമുക്ക് കുറച്ച് കിട്ടിയാൽ കൊള്ളാന്നുള്ള വിവരം പറഞ്ഞ ആരുടെയെങ്കിലും കയ്യിൽ കുറച്ച് ഇറച്ചി റസൂൽ ഞങ്ങൾ കൊടുത്തു വിടും, താങ്കൾ ചൊല്ലുമോ എന്ന് ചോദിച്ചു. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നിലവിൽ എല്ലാവരുടെ ഇടയിൽ എഴുന്നേറ്റ് ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. അപ്പൊ മൂപ്പരാണ് ആ വാതിലിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം. അപ്പുറത്തേക്കൊന്ന് തല ഇട്ടിട്ട് പറഞ്ഞാലും നടക്കും, അല്ലെങ്കിൽ കുറച്ചങ്ങ് നടന്നു എന്നാൽ വേഗത്തിൽ പറയാൻ പറ്റും. സെയ്ദ് ബിൻ സാബിത്ത് പറഞ്ഞു, ശരി ഞാൻ ചെന്ന് ചോദിക്കാം. അങ്ങനെ ഹദീസ് പറയൽ നിർത്തി. മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് ചെന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, ഞങ്ങൾ സ്വഹാബികൾ ഇറച്ചി ഭക്ഷണം കഴിച്ചിട്ട്, മാംസഭക്ഷണം കഴിച്ചിട്ട് കുറെ ദിവസമായി എന്തെങ്കിലും തന്നയച്ചാലും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു വന്നപ്പോ അടുത്തേക്ക് ചേർത്ത് നിർത്തി. എന്നിട്ട് പറഞ്ഞു, സെയ്ദ് ബിൻ സാബിത്ത് എന്നവരെ, അവിടെ ഇറച്ചിയുടെ ആവശ്യമില്ലല്ലോ. എല്ലാവരുടെയും പല്ലിന്റെ ഇടയിൽ പോലും ഇറച്ചി തിന്നതിന്റെ കഷ്ണങ്ങൾ കയറിയിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. എന്താ സംഭവം? സെയ്ദ് ബിൻ സാബിത്ത് ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോയ ഗ്യാപ്പില് ഈ സദസ്സ് നിശബ്ദമായല്ലോ. അപ്പൊ ചിലരിങ്ങനെ പറയാൻ തുടങ്ങി. സെയ്ദ് ബിൻ സാബിത്ത് എഴുന്നേറ്റ് പോയപ്പോ അവിടെ ചിലര് പറയാൻ തുടങ്ങി, സെയ്ദ് ബിൻ സാബിത്തിനെ പറയാൻ തുടങ്ങി. എന്താ അവര് പറഞ്ഞതെന്നറിയോ? ഖദ് ലഖിയ നബിയ ഇന്ന സയ്യിദൻ ഖദ് ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്ല മാ ലഖീന ഫകൈഫ യജ്ലിസു വയുഹദ്ദിസുന. ആ പോണ സെയ്ദ് ബിൻ സാബിത്ത് ഇപ്പൊ നബിയിൽ നിന്നും കേട്ട കുറെ ഹദീസ് നമുക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞല്ലോ. നമ്മളൊക്കെ അത് കേട്ടതൊക്കെ തന്നെയാണ് മൂപ്പര് പറയണത്. നമ്മളെപ്പോലെ തന്നെ നബിയുടെ കൂടെ അദ്ദേഹം ഇരുന്നിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം കേട്ടു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം പറഞ്ഞെന്ന് ഞങ്ങൾ ഈ ആളെ മെനക്കെടുത്തുന്ന പരിപാടി ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ഓർത്താനുണ്ടല്ലോ. മൂപ്പരിപ്പോ എന്തോ പുതിയത് പറയാനാണെന്ന് ഓർത്താണ് എല്ലാവരും അവിടെ ഇരുന്ന് കൊടുത്തത്. മൂപ്പരോട് പോയി കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇതിപ്പോ നമ്മളെല്ലാവരും നാളെ കേട്ടതല്ലേ. ഇവൻ പറയുന്നതിലൊരു പ്രത്യേകമായ ഒന്നുമില്ലല്ലോ അങ്ങനെ ഒരു പ്രയോഗം. സെയ്ദ് ബിൻ സാബിത്ത് അങ്ങോട്ട് പോയപ്പോ സ്വഹാബികൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ഗീബത്തായ അള്ളാഹുവിന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ കാതുകൊണ്ട് കേട്ടു. അവരോട് സെയ്ദ് ബിൻ സാബിത്ത് എന്നവരവരോട് പറയണേ, അവരുടെ പല്ലിന്റെ ഇടയിൽ സഹോദരന്റെ ഇറച്ചി തിന്നതിന്റെ കഷ്ണം ഇരിപ്പുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ നിന്നും സെയ്ദ് ബിൻ സാബിത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞത് ഇറച്ചി തരാൻ പറ്റൂല, ഇവിടെ ഇറച്ചി തിന്നൽ ഇപ്പൊ കഴിഞ്ഞു എന്നാ പറഞ്ഞത്. ഞങ്ങൾ ആരും ഇറച്ചി തിന്നിട്ടില്ല. ഇതൊക്കെ ഗീബത്ത് പറയുന്നത് നിരോധിച്ചുകൊണ്ടുള്ള ആയത്തുകളും ഹദീസുകളും ഒക്കെ ഇറങ്ങുന്ന ആദ്യ പശ്ചാത്തലങ്ങളാണിത്. അല്ലാതെ സ്വഹാബികൾ കാലത്ത് വൈകുന്നവരോ ഗീബത്ത് പറഞ്ഞവരാണെന്നുള്ളതിനർത്ഥം. ആ നിയമം വരുന്നതിന്റെ ആദ്യ സന്ദർഭങ്ങളാണിത്. സ്വഹാബികൾ പറഞ്ഞു ഇവിടെ ആരും ഇറച്ചി തിന്നിട്ടില്ല. വീണ്ടും സെയ്ദ് ബിൻ സാബിത്ത് അവിടെ ചെന്നു. സഹോദരൻ കൊണ്ടുവന്ന ഇറച്ചി ഒന്നും അവിടെ ആരും കഴിച്ചിട്ടില്ല നബിയെ. സഹോദരൻ കൊണ്ടുവന്നതല്ലെന്നേ, സഹോദരന്റെ ഇറച്ചി തന്നെയാണ്. അള്ളാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് ഇറങ്ങി വന്നു. സെയ്ദ് ബിൻ സാബിത്ത് പറഞ്ഞത് കേട്ടു. അവർ പലരും തപ്പി നോക്കി, വായന എന്തൊക്കെയോ തടയേണ്ട ചിലരുണ്ട്. പക്ഷെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നഹും ഖദ് അകലുൽ ആൻ, റസൂലുള്ളാഹി പറഞ്ഞു ഇപ്പോഴേ നിങ്ങൾ ഇറച്ചി തിന്നതല്ലേ ഉള്ളൂ. فرجع إليهم وأخبرهم فقاموا فدخلوا على النبي صلى الله عليه وسلم فقال لهم الآن قد أكلتم لحم أخيكم وأثر اللحم في أسنانكم. നിങ്ങൾ തിന്ന ഇറച്ചി സഹോദരന്റെ മനുഷ്യമാംസമാണ്. നാവ് കൊണ്ട് പല്ലിന്റെ വിടവിലൊക്കൊന്ന് തലോടി നോക്കൂ, ചിലപ്പോൾ ഇറച്ചി കഷ്ണം കാണാം. ചിലർക്ക് വായിൽ ഇറച്ചി തടഞ്ഞു. അതുകൊണ്ട് എല്ലാരും ഒന്ന് പുറത്തു പോയി തുപ്പി നോക്കിയേ. ഇറച്ചി തിന്നതിന്റെ അടയാളവും ചിലപ്പോൾ ബ്ലഡിന്റെ ചുവപ്പ് കളറും കാണാമെന്ന് ഖാല റസൂലുള്ളാഹി. ചിലർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് തുപ്പി നോക്കി, ചിലരുടെ ഒന്നും കണ്ടില്ല. മറ്റു ചിലർക്ക് ഇറച്ചി കഷ്ണങ്ങൾ വായിൽ നിന്നും പുറത്തു വരുന്നു. ചിലര് തുപ്പി നോക്കിയപ്പോൾ
രക്തക്കറ ഉൾപ്പെടെ പുറത്തേക്ക് വരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ ആ പറഞ്ഞ വർത്തമാനമുണ്ടല്ലോ, സെയ്ദ് ബിൻ സാബിത്ത് എഴുന്നേറ്റ് പോന്നപ്പോ പറഞ്ഞ വർത്തമാനമുണ്ടല്ലോ, അത് തന്നെയാ ഗീബത്ത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇനിമേലിൽ നിങ്ങളിത് പറയല്ലേ. ഫത്താബൂ അവര് അവിടെ വെച്ച് പൊരുത്തപ്പെടിച്ചു സെയ്ദ് ബിൻ സാബിത്തിനെ കൊണ്ട്. എന്നിട്ട് തൗബ ചെയ്തു. പിന്നീട് ഒരിക്കലും സഹാബികൾ ഗീബത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഗീബത്ത് നിരോധിച്ചു കൊണ്ടുള്ളതായ ഹദീസുകൾ, ആയത്തുകൾ ഇറങ്ങുന്ന ആദ്യ പശ്ചാത്തലമാണ് നമ്മൾ ഈ പറഞ്ഞത്. അതുകൊണ്ട് നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തില് ചില സമയത്ത് വിരുന്ന് കൊടുക്കാറുണ്ട്. ഒരിക്കൽ വിരുന്നിന് വിളിച്ചപ്പോ കുറെ ആളുകൾ വന്നു കഴിഞ്ഞപ്പോ വിളമ്പ് തുടങ്ങാൻ പോവാ. വിളമ്പുമ്പോ പത്തിരിയും ഇറച്ചിയുമാണ് കൊടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആദ്യം എന്താ വിളമ്പ? ആദ്യം പത്തിരി വിളമ്പ. ചോറും കറി വിളമ്പുന്നതിന് മുമ്പ് ആദ്യം പ്രധാന ഭക്ഷണമാണ് വിളമ്പ. അങ്ങനെ മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരത്തില് വിളമ്പല് തുടങ്ങാണ്. ആ സമയം കൊണ്ട് ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹു നോക്കിയപ്പോൾ ആളുകൾ അവിടെ സംസാരം തുടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെയോ പരിപാടി തുടങ്ങി. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, വഅൻതും ബദഅതും ഇന്നല്ലദീന കാനൂ ഖബലനാ കാനൂ യഅകുലൂനൽ ഖുബ്സ ഖബലൽ ലഹ്മി. നമ്മൾ മുമ്പൊക്കെ ഇവിടെ ആളുകൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോ ആദ്യം പത്തിരിയാണ് കഴിക്കാൻ തുടങ്ങുക, എന്നിട്ട് രണ്ടാമതാണ് ഇറച്ചിയിലേക്ക് കയറാം. നിങ്ങളാവട്ടെ ഇന്ന് വന്നിരുന്നിട്ട് വാൻതും ബദഅതും ബിൽ ലഹ്മി ഖബലൽ ഖുബ്സി, ഇന്ന് നിങ്ങൾ ഇറച്ചി തിന്നൽ ആദ്യം തുടങ്ങി, അതിനുശേഷം പത്തിരി തിന്നലായല്ലോ എന്ന് പറഞ്ഞു എന്ന. അങ്ങനെയാണ് മഹാന്മാർ അതേക്കുറിച്ച് വിലയിരുത്തിയത്. അള്ളാഹു നമ്മുടെ നാവിന് കാവല് തരട്ടെ. ഇബ്ലീസ് ഏറ്റവും എളുപ്പത്തിൽ വന്ന് കയറുന്ന, വളരെ ഫ്ലെക്സിബിളായി നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന, ഇബ്ലീസിന് ഇത്രയും സന്തോഷമുള്ള ഒരു അവയവം. ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ആദ്യം പറഞ്ഞ ഒരു തത്വവജസ്, അദ്ദേഹത്തിന്റെ ഒരു പ്രധാന തത്വവജസ്, അദ്ദേഹത്തിന്റെ ഹിക്മത്തിന്റെ വർത്താനം ആദ്യം പറഞ്ഞത് ഒരു വലിയ ഒരു രാജാവിന്റെ ആട്ടിടയനായി ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ആദ്യകാലം. അപ്പൊ ആ മുതലാളി പറഞ്ഞു, ആ രാജാവ് പറഞ്ഞു, ഒരു ആടിനെ അറുത്തിട്ട് അതിന്റെ ഏറ്റവും നല്ല 2 മാംസ കഷ്ണങ്ങൾ ഇവിടെ കൊണ്ടുവരണം. ഒരാടിനെ അറുത്ത്, അപ്പൊ നമ്മൾ പറയില്ല ഏറ്റവും നല്ല ഇറച്ചി ഒരു മൃഗത്തിന്റെ നെഞ്ചടിയിലെ ഇറച്ചിയാണെന്ന് പറയുന്നവരുണ്ട്. അത് വേറെ ഏതെങ്കിലും ഇറച്ചി, അങ്ങനെ ഓരോ ഭാഗത്തെ ഇറച്ചിക്ക് ചതവ് കുറവുള്ളത്, ടേസ്റ്റ് കൂടുതലുള്ളത്, അങ്ങനെ പറയാൻ പറ്റുന്ന ഇറച്ചി ഒരാടിനെ അറുത്ത് കഴിഞ്ഞാൽ ഏത് ഭാഗത്തു നിന്നാണോ നല്ല 2 മാംസ കഷ്ണം കിട്ടുന്നത്, അതിന്റെ 2 എണ്ണത്തിന്റെ കഷ്ണം എനിക്കൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ആ കാലഘട്ടത്തിൽ ഒരു മൃഗത്തെ അറുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഹൃദയവും നാവും ആരും ഭക്ഷണമായിട്ട് ഉപയോഗിക്കാറില്ല, അങ്ങനെ ഉപയോഗിക്കലില്ല. പക്ഷേ മഹാനായ ലുക്മാനുൽ ഹക്കീം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ ആടിനെ അറുത്തതിന്റെ ഹൃദയത്തിന്റെ ഒരു കഷ്ണം എടുത്തു, നാവിന്റെ ഒരു ചെറിയ പീസ് എടുത്ത് 2 പാത്രത്തിലാക്കിയിട്ട് ഇദ്ദേഹം ആ യജമാനനെ രാജാവിനെ കൊണ്ടുപോയി കൊടുത്തു. മഹാനായ ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി സൂറത്തുൽ ലുഖ്മാന്റെ വ്യാഖ്യാനത്തിൽ ഈ സംഭവം പറയുന്നുണ്ട്. ഇദ്ദേഹം ഇത് കണ്ടിട്ട് ദേഷ്യപ്പെട്ടു. അല്ല, നിന്നോട് ഏറ്റവും നല്ലത് കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, എന്തായി ഇത് ഞങ്ങൾ ആരും കഴിക്കലില്ല, എന്തിനാ ഇത് കൊണ്ടുവന്ന്? അപ്പൊ ലുഖ്മാൻ പറഞ്ഞു, നന്നാവാന്ന് വെച്ചാൽ ഇത് 2 നന്നായ അത്ര നന്നാവാവുന്ന ഒന്നും വേറെ ഒരു ശരീരത്തിലില്ല, അതുകൊണ്ട് അങ്ങനെ കണക്കാക്കിയപ്പോ ഞാൻ ഇത് കൊണ്ടുവരാൻ തീരുമാനിച്ചത്. വെടക്കായാൽ ഇത് 2ഉം വെടക്കായ പോലെ വേറെ ഒന്നും ഇത്ര മോശമാവാനില്ല. അപ്പൊ നന്നായത് എന്ന കണക്കിൽ അങ്ങ് കൂട്ടിയാ ഇത്ര നല്ലത് വേറെ ഇല്ല. ഏത് നന്നായാൽ ഈ നാവും കൽബും നന്നാവുന്ന പോലെ വേറൊന്നും നന്നാവാനില്ല. അങ്ങനെ കണക്കൂട്ടിയപ്പോ ഞാൻ ഇത് കൊണ്ടുവരാനാ നിർബന്ധിതനായത്. രാജാവ് ചിരിച്ചു, യജമാനൻ ചിരിച്ചു പോയെന്ന ലുക്മാൻ ആദ്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ തത്വവജസ്സിൽ ആദ്യത്തെ വർത്താനം ഇതാണെന്ന് മഹാനായ ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. അങ്ങനെയാണ് മഹാന്മാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അർബഉൻ യുഫ്തിറുന സ്വായിമ വയൻഖുദുന അൽവുദൂഅ വയഖ്ദിമുന അൽ അമല. പുണ്യ നബി പഠിപ്പിച്ചു 4 കാര്യങ്ങൾ ഒരാളുടെ ഉളൂഇനെ മുറിക്കും. ആ 4 കാര്യങ്ങൾ ഉണ്ടായാൽ ഒരാളുടെ നോമ്പിനെ മുറിക്കും. ആ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരാളുടെ അമലുകളെ പൊളിച്ചു കളയും. ഈ 4 കാര്യം ഉണ്ടായ ഉളൂ എടുക്കല് സുന്നത്താണെന്നല്ല,
ഈ 4 കാര്യങ്ങളുടെ ഒളു മുറിയുമെന്നല്ല. യഥാർത്ഥത്തിൽ ആ ഒളു കൊണ്ട് പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഗുണമില്ലാതെ പോകും. അത്രത്തോളം അതിന്റെ ഒരു ആത്മീയ വശമുണ്ട്. ആ 4 കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒളു മുറിയുന്ന 4 കാര്യങ്ങളല്ലത്, സാധാരണ നോമ്പ് മുറിയുന്ന കാര്യങ്ങളല്ലത്. നമ്മൾ ഫിഖ്ഹിൽ പഠിച്ച നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതോ ഒളു മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതോ അല്ല. ഏത് അമല് ചെയ്തു വെച്ചാൽ അതിനൊക്കെ ഒറ്റയടിക്ക് തല്ലി പൊളിച്ചു കളയാൻ പറ്റുന്നതാണ് ഈ 4 കാര്യങ്ങളുടെ ഉപയോഗമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ 4 കാര്യം ഒരു മനുഷ്യനെ അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ആ 4 കാര്യങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നാമത്തേത് അൽ ഗീബത്തു, പരദൂഷണം പറയാം, മറ്റൊരാളുടെ കുറ്റം പറയാം. രണ്ടാമത്തേത് അയാളിൽ ഇല്ലാത്തത് തന്നെ പറഞ്ഞുണ്ടാക്കാം, പടച്ചുണ്ടാക്കി പറയാം. മൂന്നാമത്തേത് നുണ പറയല്. നാലാമത്തേത് മറ്റൊരാളുടെ നോക്കാൻ പാടില്ലാത്ത ഒരാള്, നമുക്ക് കാണാൻ പാടില്ലാത്ത ഹറാമാണ് കാണല്. അന്യനായ ആണാവട്ടെ പെണ്ണാവട്ടെ അവരുടെ ഔറത്തിലേക്ക് നോക്കാ. ഈ 4 കാര്യം സംഭവിച്ചാൽ അവരുടെ അമലുകൾ പൊളിയും. അവരുടെ ഒളു കൊണ്ട് ഗുണമില്ല, അവരുടെ നോമ്പ് കൊണ്ട് ഗുണമില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത്രത്തോളം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മുആദേ, മുനാഫിഖായ മനുഷ്യന് അള്ളാഹു കൊടുക്കാത്ത കാര്യമാണ് മുആദേ. സൂക്ഷ്മതയുള്ള നാവ് മുനാഫിഖിന് അള്ളാഹു കൊടുക്കൂല. സയ്യിദുനാ റസൂലുള്ളാഹി. സൂക്ഷ്മതയുള്ള നാവ് കിട്ടണം. സൂക്ഷ്മതയുള്ള നാവ് അള്ളാഹു മുനാഫിഖിന് കൊടുക്കൂല. അപ്പൊ മുനാഫിഖാണോ അതിന്റെ അടയാളമാണ് സൂക്ഷ്മതയില്ലാത്ത നാവ്. അള്ളാഹുവിനെ വഴിപ്പെടുന്നോടത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നാവിനെയാണ്. നമ്മുടെ നാവ് കൊണ്ട് എന്ത് പറയുമ്പോഴും പടച്ചോനെ ഞാനിത് പറയുന്നത് മുഖേന എനിക്ക് കൂലി കിട്ടുമോ, ഈ ഒരു ചിന്ത കൊണ്ടൊരാൾക്ക് നന്നാവാൻ കഴിയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആഖിറത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ യാത്രക്കാരാണ്. ഹജ്ജിന് പോകുന്നവർ ചിലപ്പോൾ ഭക്ഷണം കൊണ്ടുപോവാറുണ്ട്. സർക്കാരിലൊക്കെ പോണ ഒരു ഭക്ഷണം കൊണ്ടുപോകും. ഒരു യാത്ര പോകുമ്പോൾ ഒരു പക്ഷെ ഒരു കുപ്പി വെള്ളമെങ്കിലും നമ്മൾ സൂക്ഷിക്കാറുണ്ടെന്നാൽ കേട്ടോളൂ, ആഖിറത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ 4 ഭക്ഷണം നിങ്ങൾ കരുതണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. മഹാന്മാർ പഠിപ്പിക്കുന്നത് കാണാം, അർബഉ മിൻ സാദിൽ ആഖിറ. ആഖിറത്തിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട ഭക്ഷണം ഏതാണെന്നറിയുമോ? ഒന്നാമത്തെ ഭക്ഷണമാണ് അസ്സൗം, നോമ്പ്. ഒരു ദിവസം നമ്മൾ നോമ്പുകാരനാണെന്ന് ഉറപ്പിച്ചു പറയുന്ന ആ ദിവസം, അത് ഏത് ദിവസമാണെങ്കിലും, അത് റമദാനായാലും അല്ലേലും, ആ നോമ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഈ നോമ്പിനെ പറ്റി എന്താ പറയാ? നോമ്പ് പിടിക്കാന്ന് പറയാ അല്ലെ? നോമ്പ് പിടിക്കാം. നോമ്പ് പിടിച്ചിട്ട് കിട്ടിയോ അങ്ങനെ ചോദിച്ചാലോ? കിട്ടണമെങ്കിൽ ഇങ്ങനെയാവണം. അതിന്റെ നിബന്ധനകളെ പൂർത്തീകരിച്ച് അതിന്റെ അദബുകൾ പാലിക്കുമ്പോൾ അത് ശരിക്കും നോമ്പിനെ പറ്റി പഴയ കാലം മുതൽ നോമ്പ് പിടിക്കാന്ന് പറഞ്ഞതിന് ഒരു അർത്ഥമുണ്ടേ. നോമ്പ് പിടിച്ചു വെച്ചേക്കണം. അങ്ങനെ നമുക്ക് പിടിച്ചാലേ കിട്ടൂ, അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. പിടിച്ചാലേ കിട്ടൂ. ഓടിപ്പോണ എന്തെങ്കിലും ഓടിപ്പോയി പിടിക്കണം, പിടിച്ചാലേ കിട്ടും. അങ്ങനെ പിടിച്ചാൽ കിട്ടുന്ന എന്തോ ഒന്ന്, അത് പിടിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങിയാലേ കിട്ടൂ. അതിനാ നോമ്പെന്ന് പറയാം. ആഖിറത്തിലേക്കുള്ള ഭക്ഷണം 4ആണ്. ആദ്യം വേണ്ടത് പിടിച്ചു വെച്ച നോമ്പാ വേണ്ടത്. പിടിച്ചിട്ട് കിട്ടണ നോമ്പ് വേണം. ഞാൻ പിടിക്കാൻ ശ്രമിച്ചു എന്നേ വരുള്ളൂ ഒരു പക്ഷെ നോമ്പായിട്ടില്ല. അള്ളാഹു നോമ്പാക്കി തരട്ടെ. നോമ്പ് ഖബൂലായ നോമ്പ് ജീവിതത്തിലുണ്ടെങ്കിൽ ആഖിറത്തിലേക്കുള്ള ഭക്ഷണമാണ്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് കിട്ടുന്ന നേട്ടം സിഹത്തുൻ നഫ്സി, ശരീരത്തിന് ആരോഗ്യമുണ്ടാകുമേ. രണ്ടാമത്തെ ഭക്ഷണം, ആഖിറത്തിലേക്കുള്ള രണ്ടാമത്തെ ഭക്ഷണം സദഖയാണ്. സദഖക്ക് മറ്റൊരു ഗുണമുണ്ട്, സിത്റുമാ ബൈനഹു വബൈനന്നാർ. സദഖ എന്ന ഭക്ഷണം തയ്യാറാക്കി വെച്ചാൽ, ആഖിറത്തിലേക്കുള്ള ആ ഭക്ഷണം നമ്മൾ കരുതി വെച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവരെ, ആഖിറം എന്നത് കുറെ കാലം കഴിഞ്ഞിട്ട് വരുന്നതല്ല. എപ്പ നമ്മൾ മരിക്കുന്നുവോ ആ മരണം കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് മുതൽ നമ്മുടെ ആഖിറമായി കഴിഞ്ഞു. നമ്മൾ ഒരു പക്ഷേ രാവിലത്തേക്കുള്ളത് അല്ലി വേണ്ട. ഇപ്പൊ നോമ്പുകാരാണല്ലോ, നോമ്പ് തുറന്ന് കഴിക്കാനുള്ള ഭക്ഷണത്തെ കുറിച്ച് ഇപ്പോഴേ നമ്മൾ ആലോചിക്കും. ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞു പോയാൽ നിങ്ങളൊരു പക്ഷെ പിന്നെ ആലോചിക്കുന്നത് നോമ്പ് തുറക്കാൻ എന്താ, നോമ്പ് തുറയുടെ ഭക്ഷണത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കും.
അത് കുറെ മണിക്കൂറുകൾക്ക് ശേഷം ഉണ്ടാവുന്ന ഭക്ഷണമാണ്. ആഖിറത്തിന്റെ ഭക്ഷണം നീ മരിച്ചാൽ എപ്പോഴെങ്കിലും സംഭവിക്കാം. മരണം ഒരു നിമിഷം കൊണ്ട് സംഭവിക്കാം. ആ മരണം സംഭവിച്ച ശേഷം അടുത്ത നിമിഷം മുതൽക്ക് നിനക്ക് നോമ്പ് തുറയുടെ ഭക്ഷണത്തെക്കാളും വേഗത്തിൽ വേണ്ട ഭക്ഷണം ഇതാ. ഇത് എപ്പോ വേണേലും റെഡി ആവണം. ഇതിന് ടൈം പറഞ്ഞിട്ടില്ല, എപ്പോ വേണേലാവും. നോമ്പ് തുറയുടെ ഭക്ഷണം പോലെയല്ല ഇത്, നേരത്തെ ആക്കി വെക്കാവുന്ന ഭക്ഷണം. കാരണം ഇത് വളിച്ചു പോകുന്ന ഭക്ഷണമല്ല. രണ്ടാമത്തെ ഭക്ഷണം സദഖയാണ്. സദഖ എന്നത് ആഖിറത്തിലേക്കുള്ള ഭക്ഷണമാണ് എന്നതിന്റെ കൂടെ തന്നെ അത് ഭൂമിയിൽ നിന്ന് നിനക്ക് തരുന്നൊരു ആവേശം. ഈ സദഖ മുഖേന നരകത്തിന്റെയും നിന്റെ ഇടയിൽ ഒരു മറ വന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഭക്ഷണം നിസ്കാരം വേണം. നിസ്കാരം ഫർദിൽ പരിമിതമല്ല. നിസ്കാരമാവട്ടെ തുഖർരിബുൽ അബ്ദ ഇലാ റബ്ബിഹി, അള്ളാഹുവിലേക്ക് അടുക്കാൻ എളുപ്പത്തിൽ കഴിയുന്ന അമല് നിസ്കാരമാണ്. ഇനി കേട്ടോളൂ, നാലാമത്തെ അമല്, നാലാമത്തെ ഭക്ഷണം, ആഖിറത്തിലേക്കുള്ള നാലാമത്തെ ഭക്ഷണം, റബ്ബിനെ ഓർത്തപ്പോൾ കരഞ്ഞു വീണ ആ കണ്ണുനീരിന്റെ തുള്ളികളാണ്. യഥാർത്ഥത്തിൽ ആ കണ്ണുനീരിന്റെ തുള്ളികൾ വീഴലോടുകൂടെ നിന്റെ പാപങ്ങൾ പൊഴിഞ്ഞു വീഴലാണ്. നിന്റെ അക്കൗണ്ടിൽ പിന്നെ പാപം കാണിക്കൂല. അത് ദുആയിരുന്നപ്പോൾ കരഞ്ഞതാകാം, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ കരഞ്ഞതാകാം. ഒന്ന് കണ്ണടച്ചിരുന്ന് ആലോചിച്ചാൽ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടായ സന്തോഷങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് ആ സന്തോഷങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലാഹ് തന്നതല്ലേ അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹ് തന്ന ഓർമ്മ, അത് മുഖേന നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. പടച്ചോനെ, സന്തോഷത്തിലും ചിലപ്പോ കണ്ണ് നിറയാറുണ്ട്. അങ്ങനെ കണ്ണ് നിറഞ്ഞാൽ നിന്റെ പാപം പൊറുക്കാം. നീ ചെയ്ത തെറ്റുകളെ ഓർത്തപ്പോഴാണ് നിന്റെ കണ്ണ് നനഞ്ഞത് എങ്കിൽ അപ്പോഴും നിന്റെ പാപം പൊറുക്കാം. അള്ളാഹു മറ്റുള്ളവർക്ക് കൊടുത്ത ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് നീ കാണുമ്പോൾ അതിൽ നിനക്ക് അലിവ് തോന്നി. അല്ലാഹ് എന്നൊരു ഓർമ്മ എവിടെയോ മനസ്സിലൂടെ ഇങ്ങനെ പാളിപ്പോയി. അപ്പോഴും നിന്റെ കണ്ണ് നനഞ്ഞാൽ അതും നിന്റെ പാപം പൊറുക്കാം. അങ്ങനത്തെ കണ്ണുനീര് ആഖിറത്തിന്റെ ഭക്ഷണമാണ്. ഖാല റസൂലുള്ളാഹി, ഇതിലൊരു പ്രധാന ഭക്ഷണം പറഞ്ഞു, നിസ്കാരം. റമദാൻ ആഖിറത്തിലേക്കുള്ള ഭക്ഷണത്തെ തയ്യാറാക്കി തരുന്നതിൽ നമ്മെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. എത്ര നിസ്കാരങ്ങളാണ് റമദാനിൽ പ്രത്യേകം ഉള്ളത്. റമദാനിൽ ദുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ദുഹയൊന്നും കളയേ പാടില്ല. ഖളാ വീട്ടാനുള്ള നിസ്കാരങ്ങള്, ഹയാത്താക്കലുകള്. നിസ്കാരം കൊണ്ട് ഹയാത്താക്കൽ അള്ളാഹുവിന് വലിയ ഇഷ്ടം. നിസ്കാരം കൊണ്ടുള്ള ഹയാത്താക്കല്, പ്രത്യേകിച്ച് ഇശാ മഗ്രിബിന്റെ ഇടയിൽ നിസ്കാരം കൊണ്ട് ഹയാത്താക്കണം. അത് എല്ലാ രാത്രിയും, റമദാനിൽ മാത്രമല്ല. ഹയാത്താക്കല് സുബഹി വരെ അല്ല, അങ്ങനെ ഒരു ഹയാത്താക്കൽ ഉണ്ട്. ഹയാത്താക്കൽ പല രൂപത്തിലാ. മഗ്രിബും ഇശാഉം സുബഹിയും നിസ്കരിച്ചാൽ ഹയാത്താക്കലായി, അതിന്റെ ഏറ്റവും മിനിമമായി. ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഹദീസ് കാണാം. ആ നിസ്കാരങ്ങളെ ഇശാ, സുബഹി, മഗ്രിബ് ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. ജമാഅത്തായി നിസ്കരിക്കുമ്പോഴാണ് ഹയാത്താക്കി എന്ന പരിഗണന കിട്ടുക. ജമാഅത്തായി തന്നെ നിസ്കരിക്കണം, ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. നിസ്കരിച്ചാൽ പോലെ ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. ചില ഹയാത്താക്കലുകള് സുബഹി വരെ, മഗ്രിബ് മുതൽ തുടങ്ങി നിരന്തരമായ ഹയാത്താക്കല്. ചില ഹയാത്താക്കല് സുബഹി മുതൽ, മഗ്രിബ് മുതൽ തുടങ്ങി സുബഹി വരെ എന്ന് നിയ്യത്താക്കിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ചിലപ്പോൾ ഉറക്കം വന്നപ്പോ ഉറങ്ങിയിട്ടുണ്ടാവും, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഹയാത്താക്കാൻ തന്നെ തീരുമാനിച്ച നിയ്യത്താക്കി. അങ്ങനെ മഗ്രിബ് മുതൽ സുബഹി വരെ. ചിലത് ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഹയാത്താക്കിയാലും രാവ് ഹയാത്താക്കി എന്ന പരിഗണന കിട്ടാറുണ്ടേ. എന്നാ അതിൽ തീരുന്നല്ല. രാവ് ഹയാത്താക്കി എന്ന പരിഗണന ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഹയാത്താക്കിയാലും കിട്ടും. എന്തായാലും നിസ്കാരം കൊണ്ട് ഇശാ മഗ്രിബിന്റെ ഇടയിലെ സമയം പൂർത്തീകരിക്കുക എന്നത് അല്പമെങ്കിലും കുറച്ച് നിസ്കരിച്ച് തീർക്കാനുള്ളത് ഒരു കറാഹത്വം കടന്നു വരാത്ത സമയമാണ്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ കുറച്ച് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് എല്ലാ ദിവസവും അവ്വാബി നിസ്കാരം ഇശാ മഗ്രിബിന്റെ ഇടയിൽ പതിവുള്ള ആളായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അത് വലിയ പ്രബലമായൊരു സുന്നത്ത് നിസ്കാരമാണ് അവ്വാബി നിസ്കാരം. അങ്ങനെ നമ്മുടെ കലാവുള്ള നിസ്കാരങ്ങൾ, കലാവിട്ട ഇതൊക്കെ ഇശാ മഗ്രിബിന്റെ ഇടയിലുണ്ടെങ്കിൽ ഒരുപാട് വേണ്ട, ഒരു 2 റക്അത്ത് എക്സ്ട്രാ അവ്വാബിനെങ്കിലും നിസ്കരിച്ചിട്ട് പോവാ എന്നത് വലിയ പുണ്യമാണ്. റമദാൻ ഇതൊക്കെ പഠിപ്പിക്കാം. റമദാനിൽ പിന്നെ ഉള്ളൊരു പരിപാടിയാണ് തറാവീഹ് നിസ്കാരം.
നോമ്പ് തുറ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടായാൽ അന്ന് ആ വീട്ടിലെ സഹോദരിക്ക് തറാവീഹ് നിസ്കാരം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം ഈ പാത്രം മുഴുവൻ കഴുകിയിട്ട് വേണം കിടന്നുറങ്ങണമെങ്കിൽ. ഹയാത്താക്ക എന്നതിൽ നിസ്കാരം ഒരു പ്രധാന ഘടകമാണ്. അതായത് റമദാൻ വരുമ്പോൾ ഏകദേശം 600 റക്അത്താണ് തറാവീഹ് നിസ്കാരം നമുക്ക് കിട്ടുക. ഇത് മഹാന്മാരായ മലക്കുകൾ സന്തോഷിക്കാൻ ഒരാൾ തറാവീഹ് നിസ്കരിക്കുന്ന കാണുമ്പോൾ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തറാവീഹ് നിസ്കരിക്കേണ്ടത് 20 റക്അത്താണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.